മുന്നിലുള്ളത് സെലിൻ ചേച്ചിയാണ്. സെലിൻ ചേച്ചി ഒരു 6-7 വർഷത്തോളമായി ഇതുപോലെ രോഗാവസ്ഥയിലൂടെ കടന്നു പോകുന്നു. പക്ഷെ ചേച്ചി സന്തോഷമാണ്. കാരണം ദൈവം തന്നതാണ് ഇതെന്നുള്ള ബോധ്യത്തിലാണ് ചേച്ചി ഇപ്പോഴും സന്തോഷത്തോടെ. ചേച്ചിയുടെ ഒരു വിൽ പവറിലാണ് ചേച്ചി ഇപ്പോഴും മുന്നോട്ട് പോകുന്നത്. നമുക്ക് ചേച്ചിയുടെ അനുഭവം എങ്ങനെയാണ്? കഴിഞ്ഞ വർഷവും ചേച്ചി ധ്യാനത്തിന് വന്നിരുന്നു. നമുക്ക് ചേച്ചിയോട് തന്നെ ചോദിക്കും. ചേച്ചി ധ്യാനത്തിന് വന്നിട്ട് എനിക്ക് നല്ല അനുഭവമായിരുന്നു. നല്ല ഇത്തിരി കൂടി ഉന്മേഷമൊക്കെ വെച്ച് ധൈര്യം വന്നു കൊള്ളാതാണ് ഈ കൊല്ലം വന്നത്. ഞാൻ പ്രാർത്ഥനയിൽ കൂടുതൽ ഉൾക്കൊള്ളാൻ പറ്റി. പ്രാർത്ഥിക്കൂല അതിലും കൂടുതൽ ഇപ്പം ഈ ധ്യാനം കഴിഞ്ഞ പിന്നെ നല്ലോണം പ്രാർത്ഥിക്കണ്ട, രാവിലെ വെളുപ്പിനും രാത്രിയൊക്കെ. ചേച്ചി കഴിഞ്ഞ വർഷം ധ്യാനത്തിന് വന്നു. അപ്പൊ ഈ വർഷം ധ്യാനിക്കാൻ വരാൻ തോന്നിയത് ഇവിടെ ഭയങ്കര ഇഷ്ടപ്പെട്ടു, അല്ലെങ്കിൽ ഈശോയുടെ കൂടെ ആയിരിക്കാൻ പറ്റി? അതുകൊണ്ട് തന്നെ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോഴേ ഇവിടെ ഇരുന്ന് തന്നെ ഞാൻ പ്രാർത്ഥിച്ചായിരുന്നു, അടുത്ത വർഷവും എന്നെ ഒരുക്കണേ കർത്താവേത് പ്രാർത്ഥിച്ചാൽ. അപ്പം ഈ പ്രാവശ്യം വിളിക്കാൻ വന്നപ്പോൾ ഞാനന്ന് പ്രാർത്ഥിച്ചത് ഫലിച്ചല്ല എന്ന് ഓർത്ത് സന്തോഷിച്ച്. സെലിൻ ചേച്ചിക്ക് 2 ആൺമക്കളാണ്. അവരിപ്പോ നമ്മുടെ കൂടെ ഉണ്ട്. അവരാണ് അമ്മയുടെ എല്ലാ കാര്യങ്ങളും നോക്കണം. നമുക്ക് അവരോട് തന്നെ എങ്ങനെയാണ് അമ്മേനെ ശുശ്രൂഷിക്കുന്നത്, അമ്മേനെ പറ്റി എന്താണ്? അമ്മയെ കുറിച്ച് പറയുമ്പോൾ ഞങ്ങളെയൊക്കെ എല്ലാം പ്രാർത്ഥനയിലേക്ക് നയിച്ചതൊക്കെ എല്ലാം അമ്മയാണ്. അമ്മ നടക്കുന്ന സമയത്തെല്ലാം കുർബാനയൊന്നും മുടങ്ങാറില്ലായിരുന്നു. കുറച്ച് നാളായിട്ട് സഹനത്തിലൂടെ ആണെങ്കിലും വീട്ടിലെ പ്രാർത്ഥനയുടെ എല്ലാം അമ്മ തന്നെയാണ്. പ്രത്യേകിച്ച് കഴിഞ്ഞ വർഷമാണ് ഞങ്ങൾ ഇവിടെ ധ്യാനത്തിന് വരുന്നത്. ജാൻസി ചേച്ചി വീട്ടിൽ വന്ന് ഞങ്ങളെ ക്ഷണിച്ചു. ഒരു 5-6 വർഷമായിട്ട് പുറത്തിറങ്ങാത്ത അമ്മ അന്ന് പുറത്തേക്ക് ഇറങ്ങിയത് ഈ ധ്യാനത്തിൽ വന്നപ്പോഴാണ്. ഒരുപാട് രോഗികളുടെ കൂടെ ഇരുന്ന് പ്രാർത്ഥിക്കാനും അവരോടൊക്കെ സംസാരിക്കാനൊക്കെ പറ്റിയപ്പോൾ അമ്മയ്ക്ക് അത് വലിയൊരു ആശ്വാസമായിരുന്നു. അത് തന്നെ ഇവിടെ വന്നിട്ട് തിരിച്ച് പോകുന്ന സമയത്ത് മുഖത്ത് നല്ലൊരു പ്രകാശം ഉണ്ടായിരുന്നു. ഞങ്ങൾക്കും സന്തോഷമായി. പ്രത്യേകിച്ച് ദൈവത്തിനൊക്കെ ഞങ്ങൾ നന്ദി പറയുന്നു. പ്രത്യേകിച്ച് ഇവിടുത്തെ ബ്രദർമാരും മറ്റു ചേച്ചിമാരെല്ലാം ഒരു വീട്ടിലിരിക്കുന്നത് പോലത്തെ ഒരു അനുഭവമായിരുന്നു ഇവിടെ നടന്ന ധ്യാനത്തിൽ പങ്കെടുത്ത ദിവസങ്ങളിലെല്ലാം ഞങ്ങൾക്ക് അനുഭവിക്കാൻ പറ്റിയത്. വലിയൊരു ശാന്തതയും സ്നേഹവും ദൈവസ്നേഹമൊക്കെ എല്ലാം ആ ദിവസങ്ങളിൽ ഞങ്ങൾക്ക് അനുഭവിക്കാൻ പറ്റി. അതിന് ദൈവത്തിന് നന്ദി പറയുന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം അമ്മയുടെ ഒപ്പം, അതായത് ഞങ്ങൾ വീട്ടിൽ 4 പേരാണ്, പപ്പയും അമ്മയും ഞാനും ചേട്ടനും. ഞങ്ങൾ ഒരുമിച്ച് 4 പേരും കൂടി എവിടെയെങ്കിലും പോവുക എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു സ്വപ്നം. അപ്പോൾ ഇവിടെ കഴിഞ്ഞ കൊല്ലം വന്നപ്പോഴും ഞങ്ങൾ 4 പേരും ഒരുമിച്ച് പുറത്തു പോയപ്പോൾ അതൊരു വലിയൊരു അനുഭവമായിരുന്നു. ഈ വർഷവും ഇവിടെ വരാൻ പറ്റി, അതും ഈശോടൊപ്പം ഒരു ടൂർ പോകാൻ പറ്റിയത് ഭയങ്കര ഹാപ്പിയാണ്.